നിങ്ങള് 15 മെമ്പേഴ്സ് അല്ലേ വന്നിരിക്കുന്നത്? 15. ഓക്കെ, അപ്പൊ നമ്മള് കറന്റ്ലി ഒരു മിനിറ്റ് റെഡി സൈലന്റാണോടാ? നമ്മൾ 14 വരെ കാണുന്നുള്ളല്ലോ. ഒരാളെവിടെ? സാവേജ് എവിടെ? അല്ല ഞാനാ റേഡിയോ കയറാം. നീ എന്താ ആർപ്പി നോക്കാതെ പണം നിർത്തി ആർപ്പി നോക്കുമ്പോ പോടാ ഉടച്ചവനെ. നിന്റെ അച്ഛനോട് പോയി പറയടാ പട്ടിപ്പുണ്ടച്ചി. നീ വേറെ ആരെങ്കിലും പോയി പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ കൊണ പറയും, ഞാൻ ചിലപ്പോ ആർപ്പി കളിക്കും, ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. നീ ഏതാ മിസ്റ്റർ എക്സ്? പോടാ നീ പോടാ. എനിക്ക് മെയിൻ പുള്ളിനെയാണ് അവര് ലൈക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോ. അപ്പൊ നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവര് പറയുന്ന ഡിമാൻഡ്സ് ഒന്നും ലൈക്ക് നമുക്ക് ഇപ്പൊ അഗ്രി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. ബട്ട് സ്റ്റിൽ ദേ ആർ ഡിമാൻഡിങ് ഫോർ മോർ. അപ്പോ ലൈക്ക് അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങളെ ചെയ്തു കൊടുത്തത്. അതെ മിസ്റ്റർ എക്സിലെ ഒരു മെമ്പറിനെയാണ് നമ്മൾ അവിടുന്ന് രക്ഷിച്ചോണ്ട് വരണം. അതെ, ആൾക്കാട് നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ലൈക്ക് ആളിലാണ് അതിന്റെ മെയിൻ. ഓക്കെ, അപ്പോ ലൈക്ക് നമ്മുടെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ആളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ലൈക്ക് ആള് വന്നാൽ മാത്രമേ ആളിനെ നിങ്ങൾ റെസ്ക്യൂ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബാക്കിയുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഡൗട്ട് വെക്കട്ടെ, ഇത് പിടിച്ചു വെച്ചിരിക്കുന്ന കറന്റ്ലി ഒരു അണ്ടർ കവർ മിഷനിലുള്ള വ്യക്തികളാണ്. നമ്മള് ലൈക്ക് ഡീലിങ്സ് ഉണ്ടായിരുന്നു മുന്നേ. അപ്പോ അത് ലൈക്ക് അവര് ഒരുപാട് നമ്മളെ കൊണ്ടത് ഇതാക്കുന്നു. പറഞ്ഞു നമ്മുടെ അറക്കുന്ന ഷാജി ഇല്ലേ? സോ അപ്പൊ നമ്മള് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്താണ് ആള് പോയി. നമ്മുടെ അറക്കുന്ന ഷാജി ഇല്ലേ? പുള്ളിക്ക് ഈ വക പരിപാടിയൊക്കെ അറിയാം. ആരാണെന്ന് ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ നൈസായിട്ട്? അല്ല ചന്ദ്ര, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിപ്പോ നമ്മള് ബോട്ട് അങ്ങോട്ട് അടിപ്പിക്കുമ്പോഴേ അവരടിക്കുവോ അതോ എങ്ങനെയാണ് അതിന്റെ? അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവര് വെടിവെക്കുന്ന പോലെ ആയിരിക്കുമല്ലോ. ഡിപ്പെൻസ് ഓൺ, അതായത് അവരെങ്ങനെ എൻഗേജ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു മെയിൻ പുള്ളിയാണ്, നമ്മുടെ മിസ്റ്റർ എക്സിന്റെ ആളല്ല, നമ്മുടെ ഒരു മെയിൻ പുള്ളിയാണ് അവിടെ ഉള്ളത്. മനസ്സിലായി. ഒന്നും പേടിക്കണ്ട, പുള്ളിയെ സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ 10 കൊടുത്തിട്ടായാലും പുള്ളിനെ ഒരു 15 നോക്ക്, ഒരു 150 കൊക്കൈന്, മറ്റേ കാന്താരി സംഭാരം, പിന്നെ ഒരു 15,000 ബുള്ളറ്റ്, പിന്നെ ഒരു 10 കോടി കാശ്. ഇത്ര മതി. എന്താണ് അല്ല ബാലിന്റെ ലാസ്റ്റ് വിഷയം എന്താണെന്ന് ചോദിച്ചാ നമ്മുടെ കൂട്ടത്തിലെ എത്ര ജീവൻ പൊരിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പുള്ളിയുടെ അടയാളം ഒന്ന് പറയോ? അടയാളം പുള്ളി കാണാൻ എങ്ങനെ ഇരിക്കും? പുള്ളി ലൈക്ക് നമ്മള് ലാസ്റ്റ് കണ്ടിരുന്നത് ബ്ലാക്ക് ടീഷർട്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട്. ഇനിയിപ്പോ ഇവര് എങ്ങനെ ലൈക്ക് അവിടെ വെച്ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതെ വസന്ത, ഒരു സെക്കൻഡ് എന്നോട് ഒരു കാര്യം. ഒരു സെക്കൻഡ്. അതെ നോർമലി പുള്ളി ചന്തി കൊണ്ടാണ് ഇരിക്കാറ്. ഇനിയിപ്പോ അവരിനിപ്പോ എങ്ങനെ ഇരുത്തിക്കണം ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയിരിക്കണെങ്കിലേ ചിലപ്പോ കിടക്കുമായിരിക്കുമല്ലേ. നീ വിളിച്ചപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും അപരാധം പറയാനാണെന്ന്. അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് അപ്പോഴും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. മനസ്സിലായോ? നല്ല തമാശയായിരുന്നു എന്റെ സിറ്റുവേഷൻ കോമഡി. അതൊക്കെ അപ്പൊ പറയണം. അന്നാ എന്റെ ഒരു സാധനം ഉണ്ട്. അവര് പറഞ്ഞില്ലേ പുള്ളി അണ്ടർ കവറിലാണെന്ന്. ആ കവർ നോക്കിയാ പോരെ എന്നാ? പൈസ അതെങ്ങനെയുണ്ട്? പൈസ നിന്റെ അച്ഛനെ വിശ്രക്ഷൻ ഉണ്ടായിരുന്നു പുള്ളിയെ കെട്ടിട്ടേക്കണ അവിടെ. ഇത് പൈസ ഏൽപ്പിക്കണം ഇപ്പം. രക്ഷിച്ചോണ്ട് വന്നിട്ട് കണക്ക് പറയുന്നല്ലായിരുന്നു നല്ലത്. നമുക്ക് ലൈക്ക് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. 10 lakh. നമ്മളെ പൈസ അങ്ങോട്ട് കൊടുക്കണോ? ഏതാണ് ഐഡിയ? എത്രയാണ്? 149. അതെ അങ്ങനെയല്ല. നമ്മളെ രക്ഷിച്ചോണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി ഒരു റിവാർഡ് ഉണ്ടാവും. അപ്പൊ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാര് ഈ മിഷന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. മനസ്സിലായോ? ഇതിലും കൂടുതൽ പൈസ കൊടുത്ത് കമ്മിറ്റ് ചെയ്യാൻ സിറ്റിയിലെ ആൾക്കാർ വേറെ ഉണ്ട്.
ഒക്കെ ഉണ്ടല്ലോ. അവര് ചിലപ്പോ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. നമുക്ക് തോക്കല്ലേ വലുത്. അതെ അതെ. പറ്റത്തില്ല. അപ്പോ നിങ്ങളെ എല്ലാം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ആളിനെ സുരക്ഷിതമായിട്ട് എത്തിക്കുക. ഉറപ്പായിട്ടും We trust you guys. ആ വിശ്വാസം ഞങ്ങൾ എന്തായാലും കാത്തു സൂക്ഷിക്കും. മറ്റേ ഇത് നമ്മളെ തന്നെ എന്തായിരുന്നു ഷെറീഫ്? തോക്ക് ബുള്ളറ്റ് സംഭാരം, പൈസ, പൈസ, ഇന്ധനം എടുത്തിട്ടില്ല ഇപ്പൊ കയ്യിലൊന്നും. അയ്യോ, നിങ്ങള് നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞങ്ങളെ സജ്ജമാക്കിയായിരിക്കും വിടുന്നതെന്ന് കരുതി. നമ്മള് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കായിരുന്നു. ONCR മതി അല്ലേ അപ്പാ? പിന്നെ ധാരാളം. അപ്പൊ എന്താ ഞങ്ങളെന്നാ അങ്ങോട്ട് പോട്ടെ. ഏതാണ് നമ്മൾ നിങ്ങൾക്ക് വെഹിക്കിൾസ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വെഹിക്കിൾസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് സ്കൂട്ടറിലോ വന്ന പോലെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. ഒരാളെ കൂടെ വിളിക്കുന്നത്. ഇത് ആരാ പോയത്? ലൈനപ്പിലുള്ള കെവിനില്ല, അപ്പം സെക്കൻഡ് വരുന്നുണ്ട്. എടാ ഇവനെ ഉണ്ടല്ലോ, ഈ കെവിനെ ഇല്ലേ, ഇവൻ എവിടെ പോയതാ? അവനെ ഇന്ത്യ ഈ കെവിന് എടാ ഇത് പിള്ളേര് കളിയല്ല, ജീവൻ വെച്ചുള്ള കളിയാണ്, മനസ്സിലായില്ലേ? സാറേ പറയാൻ നിൽക്കണോ? മിസ്റ്റർ വാസു, അതെ, നമുക്കിപ്പോ റേഡിയോ അനൗൺസ്മെന്റ് വരുന്നു അവരുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആവണോ അത്രത്തോളം ലൈക്ക് അവർ അവിടെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി ഞങ്ങൾ എത്തിയോടാ, നമ്മുടെ ആളെത്തിയോ? പറഞ്ഞു തന്നു. ഇവിടെ മേലെ ആശുണ്ടോ? മറ്റേ വണ്ടിയുടെ അവിടെ നിർത്തിയിട്ടെടുക്കാം. ആരെങ്കിലും വാ, വണ്ടി എടുത്ത് പെട്ടെന്ന് ലൊക്കേഷനിൽ വാ, നമുക്ക് പോണം, പെട്ടെന്ന് വാ. പണിഷ്മെന്റ് അത് ഞാൻ കൊടുക്കും, കാരണം ഇന്ന് ഓരോരുത്തരെ നമ്മൾ വെറുപ്പിച്ചിട്ടാണ് ഓരോരുത്തരെ ലൈനപ്പിൽ ഇടുന്നത്. ലിറ്ററലി പറയാലോ, ഓരോരുത്തന്മാരെ ഞങ്ങൾ മാറ്റിയിട്ട് ഒരാളെ മാറ്റിയിടുമ്പോ ഒരാൾക്ക് സങ്കടമാണ്. ഞാൻ അത് കൺസിഡർ ചെയ്താണ് ഞാനത് ഇടുന്നത്. വിളിച്ച് പറയാനുള്ളൊരു മര്യാദ എങ്കിലും കാണിക്കണ്ടേ? അത് ഞാൻ കൊടുത്തോളാം. ഞാൻ ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും കൂടെ കയറല്ലേ, ആദ്യമേ ചത്തുപോയി. ചന്ദ്രനെ കോമ്പോ തമാശ കളിക്കല്ലേ, സൈഡിൽ ഞാൻ വണ്ടി ഒന്ന് ഇതാണ്. ചന്ദ്ര ഫ്യൂലുണ്ടോ ഇതില്? ഫോൺ അടിക്കാടാ, വെറുപ്പിക്കാടാ, ഭയങ്കര സൗണ്ട്. ഞാൻ നിർത്താൻ വണ്ടി നിർത്താൻ വണ്ടി. എത്തിയോ? കീണ്ട് ചന്ദ്ര അതോടെ എടാ ഞാൻ ഒരു കാര്യം പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞു അവര്. അണ്ണാ ഇതേ വഴിക്ക് നേരെ പോയാൽ ഇതേ ബോട്ട് കണ്ടോ, വലിയ ഷിപ്പ് ബാക്കിലുണ്ട്, ബാക്കിൽ കണ്ടാവോ വലിയ ഷിപ്പ്? അവിടെ ഒരു ഷിപ്പ് ഉണ്ടോ? അവിടെ വണ്ടി കിടക്കുന്നതാണോ? എല്ലാരും എൻജോയ് ചെയ്തോ. എടാ ഇതിനകത്ത് ഒട്ടും ഫ്യൂല് കാണിക്കുന്നില്ലടാ ചന്ദ്ര. ഫ്യൂല് ഫ്യൂൽ ഒട്ടും കാണിക്കുന്നില്ല ഇതിനകത്ത്. ലെഫ്റ്റിലുള്ളതാണോ മറ്റേത്? ഇവിടുത്തെ സ്ട്രേറ്റ് കാണുന്നില്ല, ഒരു വാർഷിപ്പ്. ഇത് തന്നെ വാർഷിപ്പ് കാണുന്നില്ല നിങ്ങള്? അതില് ബാക്കിൽ കുത്താൻ പറ്റും. സൈഡില് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. പെട്രോൾ മതിയില്ല അവിടെ വരാത്താൻ. അപ്പാപ്പനോടെ കേറിയോ? എടാ സെക്ക എവിടെ വന്നു ഒന്ന് പറഞ്ഞു, നീ എന്തിന്റെ അപ്ഡേറ്റ്? ഞാൻ അപ്പാപ്പന്റെ കൂടെ കേറിയോ? ആ എന്നാ വാ, പോവാം, വാ. ഇത് ഒരു നീന്തിയൊക്കെ പോണാണ് ഇത്. അയ്യോ അവനൊക്കെ പോയേട്ടാ. ഈ ഹോൺ ബഗ്ഗാ കേസ്, ഹോൺ ബഗ്ഗാ. പോയിക്കൂടെ? ആ വാ വാ, പോവാം, വാ വാ വാ. എല്ലാവരും ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ബോട്ട് നിർത്താതെ ബോട്ടിൽ നടക്കരുത്. ആ ഓക്കെ
ബെയ്റ്റ് അവരെ പ്ലാച്ചി വിടട്ടെ. ആദ്യം പ്ലാച്ചിന്റെ 4 പിള്ളേരെ ഫ്രണ്ട് വിട്. ആവേശമൊക്കെ നോക്കൂ. അയ്യോ. ചാകാൻ അവനൊക്കെ കഥ. എടാ ഇനി റേഡിയോ കോൾ ശ്രദ്ധിക്കണേ, തമാശ കളിക്കില്ല, റേഡിയോ കോൾ ശ്രദ്ധിക്കണേ. എല്ലാം വൺ വേ ആയിരിക്കും, അതുകൊണ്ട് നോക്കണം. അതെ ഞാനൊരു കാര്യം പറയാം. വേറെ കാര്യം പറയാം. കപ്പലില്ലാത്ത ആൾക്കാരുള്ളേ ആ കപ്പലിലാണെന്നാ പറഞ്ഞ, അവിടെയാണ് ആൾക്കാരുള്ളത്. ആളെ ടോർച്ചർ. നമുക്ക് ഒരു സ്കൂബ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഇല്ല അപ്പാപ്പ, ഇനി ഒന്നും കിട്ടൂല. ഇനി സപ്ലൈസ് ഒന്നും കിട്ടൂല അപ്പാപ്പ. ഇനി അവര് ലേറ്റ് ആവുന്നതോറും ആളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവാന്ന് ഓൾറെഡി പറഞ്ഞു നമ്മുടെ അടുത്ത്. വെട്ടി ഇനി തല മാത്രമല്ല അதையும் കൊണ്ട് കൊടുക്കാം. ഒന്നാണ് നമ്മൾ നിർത്തും പഠിക്കത്തില്ല അണ്ണാ. അതെനിക്ക് അറിഞ്ഞൂടാ. എടാ എല്ലാം ഒന്ന് ഞാൻ ഒരു കാര്യം പറ്റേ, വലിയ ബോട്ട്സ് എല്ലാവരും ഒന്ന് സ്കൗട്ട് ചെയ്ത് നോക്കിയേ, എന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിക്കാം. പിള്ളേര് കൊണ്ട് കുത്തരം, നമുക്ക് സ്കൗട്ട് ചെയ്യാം. അണ്ണാ ഈ ബോട്ടിനെ അടിയിൽ പാർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് കയറുന്നുണ്ട്. നമ്മുടെ മുങ്ങിക്കപ്പലല്ലേ മനസ്സിലായ? അതെ അതെ, ഇവിടെ ഈ പാർക്കിംഗ് കൊണ്ട് ചന്ദ്ര, എനിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഇതിന്റെ ബാക്കിൽ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്, മനസ്സിലായ? പണ്ട് ഓവർ അടിക്കുന്ന സ്ഥലമാണ്. ഞാൻ ഒരു കാര്യം പറയാം, 2 സൈഡായിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവില്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്താൽ മതി. അമ്മ ഇതിപ്പോ മുട്ട അടിയാവോ അതിന്റെ അകത്ത്? എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പാർക്കിംഗ് കുത്താം. ഒരു വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കുത്തി നോക്കിയേ. നമ്മള് ചന്ദ്രന്റെ വണ്ടി കുത്തിയേ. ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കണേ, ഇല്ലെങ്കിൽ ബോട്ടൊന്നും കാണത്തില്ലേ. ഞങ്ങളുടെ ഈ പിങ്ങിലുണ്ട്. കോള് പറഞ്ഞേ, ഈ പിങ്ങി വാ. ക്ലോസ് ചെയ്യുന്ന ആറ് റീലോഡ് ചെയ്യല്ലേ, സ്വന്തം ടീമിനെ ഇടിച്ചു കൊല്ലും. എടാ ഇതിനകത്ത് ബോട്ട്സ് ആണോ ഉള്ളത്? ഒരു കാര്യം പറഞ്ഞ ഞാൻ ഇവിടെ ഉണ്ട്. ചിലപ്പോഴേ അണ്ണ പാൻസറൊക്കെ കാണിച്ചിട്ട് വിടുവേ. ഞാൻ ഡെഡായ ബഗ്ഗായിട്ട് ഞാൻ ബഗ്ഗായ. എടാ അവിടെ ബോട്ട് ഉണ്ട്. ചന്ദ്രൻ എന്താ പറഞ്ഞേ? ഞാൻ ഡെഡായിട്ടാ ബഗ്ഗായി ഡെഡായി. ഞാൻ ഇവിടെ ആരെങ്കിലും വിളിക്കുന്നത് ഇവിടെ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞ് കയറിപ്പോ ഞാൻ പൊളക്കും കാര്യമായിട്ട്. എടാ ഇത് മറ്റേ ലതടിക്കുന്ന പോലെയാണ് കേട്ടാ. മറ്റേ നമ്മള് DH അടിക്കുമ്പോ ബോട്ടിനെയും കൊന്ന് പൊയ്ഡിയും കൊല്ലൂല്ലേ? ആ ഈ വഴി വന്നേ. ഒരുമിച്ച് കേറ. ഇവിടൊക്കെ സൈഡിലൊക്കെ മറ്റേ ഇതുണ്ട്, റോക്കറ്റ് ഉണ്ട്. അത് വെടിവെച്ചാ പൊട്ട്, അത് പൊട്ടിക്കില്ല നിങ്ങള്. ഇത് മറ്റേ നല്ല പവറുള്ള ബോട്ടാട്ടാ. ഷോട്ട് ഗണ്ണുകൊണ്ട് മാറി മാറി നിൽക്ക്. ക്ലോസോട്ട് കേറ്. ഓരോരോ ആംഗിൾ പിടി, റൈറ്റ് പിടി. ഇതുകൊണ്ട് ആ റൈറ്റ് പിടി എടുത്ത്. ഞാൻ റൈറ്റ് കയറുന്ന നീല. ഞാൻ ഇവിടെ കയറി മുമ്പോട്ട് കയറി. ഇനിയും കയറലടാ, ഇനിയും കയറല. ഞാൻ ഒരുമിച്ച് നിങ്ങൾ എന്താ ഇതൊന്ന് ഫോളോ ചെയ്ത് എന്റെ കൂടെ വന്നേ. കുറച്ച് പേര് ഇത് ഇവിടെ വാ. അവിടെ കയറിട്ട് കാര്യമില്ല അണ്ണാ. ഇവിടെ എൻട്രൻസ് അല്ലടാ, ഇവിടെ ഉണ്ട്. എവിടെ എൻട്രൻസ്? 2 സൈഡും ഉണ്ട്. ഇല്ലെന്ന് തോന്നട്ടെ, ഇവിടെ ഇല്ലെന്ന് തോന്നേ. എന്റെ അമ്മ എനിക്ക് അടി കിട്ടി. വാ. യോ റീലോഡ്. ചാടല്ലേ എന്താ കയറിയാ? വാ. ഇതാണ് എൻട്രൻസ്. ഇതാ ക്ലിയർ ആയോ? ഇവിടെ വരെ ക്ലിയർ ആണ്. ബോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ബോട്ടാണോ ആൾക്കാരാണോന്ന്.
അങ്ങനെ കയറി അടിക്കുന്ന ബോട്ടൊക്കെ വലുതൊക്കെ സൈറ്റിൽ ഒരു ഷോട്ട് ഗണ്ണൊക്കെ വരും. ബാ ഞാൻ മണ്ടയ്ക്കെത്തി. പാൻസറും കൊണ്ടൊക്കെ നിൽക്കണം. നീ ഇവിടെ ഇതാണ് അല്ലല്ല ഇതിന്റെ മുകളിലോട്ട് വഴിയുണ്ട്. ഇതിന്റെ മുകളിലോട്ട് വഴിയുണ്ട്. വന്നേ എന്തോ നീ ആളെയല്ലേ രക്ഷിക്കണ്ടേ? അവൻ ചിലപ്പോ മേളിലായിരിക്കും. അല്ല ഇത് പക്ഷേ അല്ല ഇത് പറയാൻ പറ്റത്തില്ല. മൊത്തം ബോട്ടാടാ, മൊത്തം ബോട്ടാ. ഹലോ നിങ്ങൾ ഇനിയായിരിക്കും മറ്റന്മാര് വരുന്നത്. അങ്ങനെ ഇതിന്റെ ഇടയിൽ അവർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല, ബോട്ട് അവരെ അടിക്കും. നിങ്ങൾ എവിടെ പോയി മാർക്ക് ചെയ്യോ? അല്ല ഇത് ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും വരാൻ പോണത്. നമ്മൾ ഏറ്റവും മേളടാ ചിലപ്പോ ആയിരിക്കും. എടാ ഹോസ്റ്റലിനെ നോക്കിക്കോണേ, കൊന്നുകളയല്ലേ. കാണാനില്ല. ഞാൻ കണ്ടിട്ടില്ല നമ്മളിതുവരെ, സ്പോട്ട് ചെയ്തിട്ടില്ല. അത് ചിലപ്പം മേളിലായിരിക്കും, മറ്റേ ഡെക്കിലല്ലെങ്കിൽ മേളിലായിരിക്കും. മേളിലോട്ട് കയറണം നമ്മള്. ബാക്കിയുള്ളവർ എന്തിയേ? നമുക്ക് താഴെ ക്ലിയർ ചെയ്യാം. മേളിൽ എന്തെങ്കിലും ക്ലിയർ ഇല്ല. കേട്ടോ മേളില് ക്ലിയർ ആണോടാ? ഏറ്റവും മേളിൽ ക്ലിയർ ചെയ്യണ്ടേടാ, മറ്റേ ലാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മള് കയറുമോ? എടാ ഞാനേ എടാ താഴോട്ടല്ലോ നോക്കട്ടെ എവിടെയെങ്കിലും. പോണേ ഷോട്ട് ഗണ്ണൊക്കെ ആയിട്ട് വരും. എടാ ഞാൻ വിചാരിച്ചത് ഇത് ബോട്ടായിരുന്നു. ഇങ്ങോട്ടാ. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷ കേട്ടാ. ചന്ദ്രനെ എവിടെ? ചന്ദ്രനെ ബോട്ട് വന്നാ? എവിടെ സാഹചര്യം? ഏറ്റവും മണ്ടയ്ക്കല്ല, അതായത് ഒരു വലിയ ഫ്ലോർ പോലത്തെ സന്ദേശത്തില്ല അവിടെ. എവിടെ? ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ സ്ഥലമല്ലേ ഏറ്റവും മേളില്. പുറത്ത് ഇവിടെ വന്നായിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് ബാക്കിലോട്ട് പോയായിരുന്നു. ഞാൻ എന്താ ഈ മാർക്കിലുണ്ട്? ഇവിടെ കാണോ? അല്ലല്ല ബാക്കിലോട്ട്. ഞാൻ കേറി ഞാനും വന്നു. ഏറ്റവും മണ്ടയ്ക്കാണ് അണ്ണൻ. ചടലേ ചടലേ അണ്ണ ആളെ കാണിച്ചു തരാം. അണ്ണ നിങ്ങൾ ആളെ കാണുന്നില്ല, അദ്ദേഹത്താണ് ആള്. അണ്ണ ആളെ കാണിച്ചു തരാം. അണ്ണ ഇതാണ് ആള്. നമ്മുടെ അണ്ണ ഉറങ്ങുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റോബ് ചെയ്യാനുള്ള ചെയ്യുവാണെങ്കിൽ എടാ എന്റെ കഴിയല്ലായിരുന്നോടാ അത്. എടാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായടാ. എടാ അവിടെ ഞാൻ കഴപ്പ് കാണിച്ചോടാ. ഞാൻ ചാവൊന്ന് പ്രതീക്ഷിച്ചില്ലടാ. എന്നെ എടുത്തോണ്ട് നടന്ന് വെടി വെക്കടാ. വെടിവെക്കാൻ പറ്റും കേട്ടോ. ആണോ? എന്നാ ഞാൻ നിന്റെ തോന്നിരുന്നോളാം. ഞാൻ ചാടല്ലേ ചില്ലറ കഴയല്ലായിരുന്നു. ഇനി എങ്ങോട്ടാ? ഇനി അവനെ കൊണ്ട് പോണ്ടേ? ദേ അവൻ അവിടെ ഇപ്പൊ ഒളിച്ചീപ്പുണ്ട് ഇവിടെ. ദേ ആ പിങ്ങിലെന്തോ ഒളിച്ചീപ്പുണ്ട്. ഇവിടെ നിപ്പുണ്ട്. ദേ അവൻ ഇവിടെ റോബിയാൻ പറഞ്ഞോ? റോബോ? ബ്രോ സേഫ് അല്ലേ? വാ വാ. ഇവിടെ എന്തേലും ഇവിടുന്ന് എന്തേലും കിട്ടോ? ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നോ? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണോ? നീ വന്നേ. ഓർത്തെടുക്ക്. അത് പൊട്ടിത്തെറിച്ചേർത്ത് ഒന്ന് പറഞ്ഞു. ഇവിടുന്ന് എങ്ങോട്ടാണ്? എനിക്കറിയത്തില്ല ഇവിടുത്തെ ലൊക്കേഷൻ. അവരുടെ സ്ഥലമാണ്, അവർക്കേ അറിയത്തുള്ളൂ. ഒന്ന് പറഞ്ഞാടാ. രസിച്ചല്ലേ നമ്മളൊന്നില്ലേലും ജീവൻ. അല്ല നിങ്ങളുടെ അസറ്റ്സ് ഇവിടെ അല്ല, നിങ്ങളുടെ അസറ്റ്സ് വേറെ സ്ഥലത്ത്. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടും. ഈ ഫ്ലോർ തന്നെയാണോ? ഈ ഫ്ലോർ ഇവിടെ എവിടെയാണ്? താഴത്താണോ?
താഴോട്ടാണ്. ഓക്കേ. വാ, 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 കൂടെ. എടാ താഴോട്ട് എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടാ. അത് പക്ഷെ ഞാൻ എടുക്കണം. ഒരു കാര്യം പറയട്ടെ, എടാ താഴെ ഇത് എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. ബോട്ടല്ല, ഇത് പീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഇവിടുത്തെ PvP പ്ലേയേഴ്സിനെ തന്നെ ലൈക്ക് അവര് ഡിഫെൻസീവ് ആയിട്ട് ഈ ബുദ്ധിസ്ഥാനത്ത് സെറ്റ് ചെയ്തിരുന്ന അടിപൊളിയായിരുന്നു. ബാലനല്ലേ ഇത്? അത് തന്നെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് താഴെ കുറെ ബോക്സ് കിടക്കും. ഇവിടുന്ന് വല ഇവിടുന്ന് ബോട്ട് മാത്രമായതുകൊണ്ടൊരു ഓക്കെ. ഒരു 5 കോടി നമ്മളെ മറക്കല്ലേ വെച്ചത്. ഇതെല്ലാം കൊടുത്തോ, ഇതെല്ലാം കൊടുത്തോ, എല്ലാം എടുത്തോ. കിട്ടി ബ്രോ നിങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപദേശിച്ചില്ലല്ലോ. നമ്മളെ കട്ടക്ക് ചോദിച്ചിട്ടുണ്ടോ അവരുടെ അടുത്ത് എല്ലാം പകരത്തിന് പകരം ചോരക്ക് ചോര നമ്മളെല്ലാം ഡീൽ ചന്ദ്രനൊക്കെ ഇജാതി ഫൈറ്റ് ആയിരുന്നു. കേജിന്റെ അടുത്ത് എന്താ പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണം. വാ 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 ഗ്യാങ്സിലോട്ട്. നിനക്കിതൊന്നും അറിയത്തില്ല. കേജാണ് നമ്മുടെ